IPL പോലെ ഇമ്പാക്റ്റ് പ്ലെയർ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ പോലെ അടിച്ചു തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫ്ലാറ്റ് പിച്ചുകളും ആയിരുന്നില്ല. സിക്സറുകളിലൂടെ കാണികളെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് ബൗണ്ടറികൾ ഉണ്ടായിരുന്നില്ല. ബെൽഫാസ്റ്റിൽ പേസ് ബൗളർമാരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതായിരുന്നു പിച്ച്. ഫലം, അയർലൻഡിനെതിരെ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യ തോറ്റു. ചരിത്രത്തിൽ ആദ്യമായി 2020-ൽ ഇന്ത്യക്കെതിരെ അയർലൻഡ് ജയിച്ചു. ഈ തോൽവിയിൽ ആരെ നമ്മൾ കുറ്റപ്പെടുത്തും? ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഒരു ടീം കളിച്ച ആദ്യ മത്സരം തന്നെ തോറ്റത് ഇത് രണ്ടാം തവണയാണ്. 2 തവണയും ഇന്ത്യയാണ് തോറ്റത്. 2024-ൽ സിംബാബ്വേയിലും ഇപ്പോൾ അയർലൻഡിലും. ബംഗ്ലാദേശിനെതിരെ 2023-ൽ തോറ്റിട്ടുള്ള ഇംഗ്ലണ്ട് മാത്രമാണ് ഈ കൂട്ടത്തിൽ ഇന്ത്യക്കൊപ്പമുള്ളത്. ലോകകപ്പ് നേടിയ നായകനെ ഒഴിവാക്കിയാണ് ഇന്ത്യ പുതിയ നായകനെ ചുമതല ഏൽപ്പിച്ചത്. 936 ദിവസങ്ങൾക്ക് ശേഷം ടീമിലേക്കെത്തിയ ശ്രേയസ് അയ്യരെ ടോസിലെ ഭാഗ്യം തുണച്ചു. ടീമിൻ്റെ കൂടുതൽ മത്സരങ്ങൾ കളിക്കാതിരുന്ന ശേഷം നേരെ ക്യാപ്റ്റനായി മടങ്ങിയെത്തുക എന്ന അപൂർവ നേട്ടമാണ് ശ്രേയസ് അയ്യർക്ക് ലഭിച്ചത്. പിച്ചിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ മുതലാക്കാൻ അദ്ദേഹം ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുത്തെങ്കിലും പിന്നീട് പലതും പാളി. ഇന്ത്യൻ ആരാധകരുടെ ആവേശം തുടക്കത്തിലെ ടീം തല്ലിക്കെടുത്തി. ടോസിന് പിന്നാലെ ക്യാപ്റ്റൻ അക്കാര്യം പറഞ്ഞു. വൈഭവ് സൂര്യവംശി ഈ മത്സരത്തിൽ ഇന്ത്യക്കായി അരങ്ങേറില്ല. പകരം അഭിഷേക്, സഞ്ജു സാംസൺ സഖ്യം തന്നെ ഓപ്പൺ ചെയ്യും. പേസർമാരെ മുൻനിർത്തിയായിരുന്നു ശ്രേയസ് അയ്യരുടെ പോരാട്ടം. പിച്ചിലെ സ്വിങ്ങും ബൗൺസും മുതലാക്കാൻ ഹർഷിത് റാണയെയും അർഷദീപ് സിംഗിനെയും പവർ പ്ലേ ഓവറുകളിൽ തന്നെ അയ്യർ പൂർണ്ണമായും ഉപയോഗിച്ചു. ഇതോടെ അവസാന ഓവറുകൾ പ്രതിസന്ധിയിലായി. ടീമിലെ മറ്റൊരു പേസറായ പ്രസിദ്ധ് അടി വാങ്ങിക്കൂട്ടി പ്രസിദ്ധനായി. 4 ഓവറിൽ 57 റൺസ് വിട്ടുകൊടുത്ത പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് വിക്കറ്റൊന്നും നേടാനുമായില്ല. 16-ാം ഓവർ എറിഞ്ഞ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദർ നൽകിയത് 19 റൺസാണ്. തൊട്ടടുത്ത ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണ നൽകിയത് 27 റൺസ്. 4 മാസത്തിന് ശേഷം തിരിച്ചെത്തിയ ഹർഷിത് റാണ 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയിരുന്നു. 51 റൺസിനിടെ 4 വിക്കറ്റുകൾ അയർലൻഡിന് നഷ്ടമായെങ്കിലും പുതിയ നായകൻ ലൂർക്കൻ ടക്കർ മുന്നിൽ നിന്ന് നയിച്ചതോടെ കളി മാറി. ഒരു ഘട്ടത്തിൽ അയർലൻഡ് കൂറ്റൻ സ്കോറിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ചെങ്കിലും അക്സർ പട്ടേലും അർഷദീപ് സിംഗും ചേർന്ന് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവസാന 18 പന്തുകളിൽ വെറും 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഇരുവരും ചേർന്ന് അയ്യറുടെ ക്യാപ്റ്റൻസി പിഴവുകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുകയും ചെയ്തു. 183 റൺസായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ നവാഗത താരങ്ങളുടെ സ്വപ്നതുല്യമായ അരങ്ങേറ്റമാണ് അയർലൻഡ് മറുപടിയിൽ കണ്ടത്. 200-ലധികം റൺസ് അനായാസം അടിച്ചുകൂട്ടുന്ന ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ തുടക്കത്തിൽ തന്നെ ഞെട്ടിക്കാൻ അയർലൻഡിന് കഴിഞ്ഞു. പവർ പ്ലേയിൽ 3 വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗിലൂടെ 68 റൺസിലേക്ക് ഇന്ത്യ കുതിച്ചിരുന്നു. എന്നാൽ പവർ പ്ലേക്ക് ശേഷമുള്ള ഓവറുകളിൽ അയർലൻഡ് ബൗളർമാർ കളി പൂർണ്ണമായും നിയന്ത്രിച്ചു. 27 പന്തുകളിൽ വെറും 2 ബൗണ്ടറികൾ മാത്രമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. അരങ്ങേറ്റക്കാരായ ഇന്ത്യൻ വംശജൻ ജയ് മുന്ദ്ര, മാറ്റ് ഹോളാർഡ് എന്നിവരുടെ ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ നെഞ്ചകം തകർത്തത്. ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി. ഗ്യാലറിയിൽ മുന്ദ്രയുണ്ടെങ്കിൽ എല്ലാം സാധ്യമെന്ന പ്ലക്കാർഡുകളുമായി എത്തിയ ആരാധകരെ സാക്ഷി നിർത്തി ഇടങ്കയ്യൻ പേസർ ജയ് മുന്ദ്ര സഞ്ജുവിനെ 5 റൺസിന് ബൗൾഡാക്കി തന്റെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി. മറ്റൊരു അരങ്ങേറ്റക്കാരനായ മാറ്റ് ഹോളാർഡ് താൻ എറിഞ്ഞ 2-ാം പന്തിൽ തന്നെ ഇഷാൻ കിഷനെ പുറത്താക്കി വിചിത്രമായ രീതിയിൽ വിജയം ആഘോഷിച്ചു. നായകൻ ശ്രേയസ് അയ്യർ 3 റൺസിൽ ഹോൾഡറിന് തന്നെ വിക്കറ്റ് നൽകിയതോടെ ഇന്ത്യ അപകടം മണത്തു. റൺ റേറ്റ് ഉയർത്താനുള്ള സമ്മർദ്ദത്തിനിടയിൽ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച തിലക് വർമ്മയും പുറത്തായതോടെ 10.2 ഓവറിൽ 90 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ തകർന്നു. 21 പന്തിൽ 19 റൺസായിരുന്നു തിലകിന്റെ സംഭാവന. വാഷിംഗ്ടൺ സുന്ദർ 12 പന്തിൽ 9 റൺസ് എടുത്ത് ഹോളാർഡിന് വിക്കറ്റ് സമ്മാനിച്ചതോടെ ഇന്ത്യയുടെ പരാജയം ഉറപ്പായി. ബാക്കിയെല്ലാം ചടങ്ങ് മാത്രമായി. വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കാത്തതിനെതിരെ വലിയ വിമർശനങ്ങളാണ് പിന്നാലെ ഉയർന്നത്. ശ്രീലങ്കയിൽ നടന്ന 8 ടീമുകളുടെ ഏകദിന ത്രിരാഷ്ട്ര പരമ്പരയിലെ മിന്നും പ്രകടനം ധാരാളമായിരുന്നു വൈഭവിന് ടീമിലെത്താൻ. 29 പന്തിൽ 10 ഫോറുകളും 8 സിക്സുകളും അടക്കം 324.14 സ്ട്രൈക്ക് റേറ്റിൽ 94 റൺസാണ് വൈഭവ് ശ്രീലങ്കയിലെ ഫൈനലിൽ അടിച്ചുകൂട്ടിയത്. ടൂർണമെന്റിലെ 5 ഇന്നിംഗ്സുകളിൽ നിന്നായി 42.20 ശരാശരിയിലും 200.95 എന്ന അവിശ്വസനീയ സ്ട്രൈക്ക് റേറ്റിലുമാണ് സൂര്യവംശി അവിടെ റൺസ് വാരിക്കൂട്ടിയത്. അണ്ടർ 19 ഏഷ്യ കപ്പിലും ശ്രീലങ്കയ്ക്കെതിരായ ഫൈനലിൽ 36 പന്തിൽ 5 സിക്സുകളോടെ 67 റൺസ് നേടി സൂര്യവംശി ഇന്ത്യയെ ഫൈനലിലെത്തിച്ചിരുന്നു. വിജയ തുടർച്ചയാണ് ടീമിന്റെ ലക്ഷ്യം. അതിനാൽ ഈ മത്സരത്തിൽ വൈഭവിന് ടീമിൽ ഇടമില്ല. കഴിഞ്ഞ ഏതാനും പരമ്പരകളിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത വലിയ പരിചയസമ്പത്തുള്ള താരങ്ങൾ ഇപ്പോൾ ടീമിലുണ്ട്. നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ഭൂരിഭാഗം കളിക്കാരെയും പിന്തുണയ്ക്കാനാണ് തീരുമാനം. കൃത്യമായ സമയം വരുമ്പോൾ അവന് തീർച്ചയായും അവസരം ലഭിക്കും. ഇതായിരുന്നു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ വിശദീകരണം. ലോകകപ്പ് ഫൈനലിലെ തകർപ്പൻ പ്രകടനം നടത്തിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ തന്നെ ഇന്ത്യ നിലനിർത്തി. എന്നാൽ അഭിഷേക് അടിച്ചു തകർത്തപ്പോൾ സഞ്ജു പരാജയമായി. ഇതോടെ
സഞ്ജുവിന് പകരം വൈഭവ് അടുത്ത കളിയിൽ ടീമിലെത്തുമോ എന്ന ചർച്ചകളും സജീവമാണ്. സൂര്യവംശിയുടെ ആരാധകർ നിരാശപ്പെട്ടെങ്കിലും അയ്യർ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായ ന്യായവുമുണ്ട്. ഇന്ത്യ അവസാനമായി കളിച്ച T20 മത്സരം ലോകകപ്പ് ഫൈനലായിരുന്നു. അന്ന് ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്ത് തരിപ്പണമാക്കിയാണ് ഇന്ത്യ ലോകകപ്പ് സ്വന്തമാക്കിയത്. ആ ചരിത്ര മത്സരത്തിൽ ഓപ്പണർ അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. സഞ്ജു സാംസൺ 89 റൺസോടെ മത്സരത്തിലെ ടോപ്പ് സ്കോററും ടൂർണമെന്റിലെ കളിക്കാരനുമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനാൽ സഞ്ജുവിനെ ഒരു കളിയുടെ പേരിൽ ഒറ്റപ്പെടുത്താനുമാകില്ല. എന്തുതന്നെയായാലും സമീപകാലത്തെ 2020 റെക്കോർഡുകളിൽ അഭിരമിച്ച ഇന്ത്യൻ താരങ്ങൾക്കും BCCIക്കും കണ്ണു തുറപ്പിക്കുന്ന പ്രഹരമാണ് അയർലൻഡിലേത്. ഈ വർഷം ഇന്ത്യ കളിച്ച 15 T20 മത്സരങ്ങളിൽ മൂന്നാമത്തെ മാത്രം തോൽവിയാണ് ഇന്ത്യ നേരിട്ടത്. ജയിച്ച 12 കളികൾ നടന്നത് ഇന്ത്യയിലാണെന്ന് ഓർക്കണം. ഒരെണ്ണം കൊളംബോയിലായിരുന്നു. 2020 ലോകകപ്പിൽ തുടരെ 10 മത്സരങ്ങൾ ജയിച്ച ആദ്യ ടീമെന്ന നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയത് നാട്ടിൽ കളിച്ചാണെന്നും ഓർക്കുക. T20 ചരിത്രത്തിൽ 2 തവണ തുടരെ 12 കളികളുടെ ജയം സ്വന്തമാക്കിയ ടീമാണ് ഇന്ത്യ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിലായിരുന്നു അത്. ഇക്കഴിഞ്ഞ ലോകകപ്പിലെ നേട്ടം സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലായിരുന്നു. ദൈർഘ്യമേറിയ ക്രിക്കറ്റ് ഫോർമാറ്റുകളെ അപേക്ഷിച്ച് 2020യിൽ മത്സരങ്ങൾ തോൽക്കുക എളുപ്പമാണ്. എന്നാൽ മത്സരത്തിൽ വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നിട്ടും ഇന്ത്യ കളി കൈവിട്ട രീതി ടീം മാനേജ്മെന്റിന് ഒട്ടും തൃപ്തി നൽകുന്നതല്ല. 2023 ഓഗസ്റ്റിന് ശേഷം ഇന്ത്യ ഇതുവരെ ഒരു 2020 പരമ്പര പോലും തോറ്റിട്ടുമില്ല. ആ മികച്ച റെക്കോർഡ് നിലനിർത്തണമെങ്കിൽ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത മത്സരത്തിന് മുൻപ് സാഹചര്യങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട്. ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ്. അതിൽ പ്രധാനം 2ാം മത്സരത്തിൽ വൈഭവ് സൂര്യവംശി കളിക്കുമോ എന്നതാണ്.